Hi guys, it's me NM Pai. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ 3000 സബ്സ്ക്രൈബേഴ്സ് കടന്നു കഴിഞ്ഞു ഈ ചാനൽ. അപ്പോൾ ഇത് വലിയൊരു മൈൽ സ്റ്റോൺ ആണ്. ഞങ്ങൾ 2K നിന്ന് 3Kയിലേക്ക് വളരെ പെട്ടെന്നാണ് എത്തിയത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നു. നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ കാണുന്നു. അപ്പോൾ ലാസ്റ്റ് ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു കോളേജ് ലൈഫിനെ പറ്റിയിട്ട്. ഫസ്റ്റ് ഇയർ ലൈഫിൽ ഞങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ. വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ പോയി കാണുക, ലിങ്ക് ഇവിടെ തന്നെ ഉണ്ടാകും. ഇനി ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കുറെ കുട്ടികൾക്ക് ഒരു ലാപ്ടോപ്പിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് ഏത് ലാപ്ടോപ്പ് വാങ്ങണം, എനിക്ക് ബഡ്ജറ്റ് വളരെ കുറവാണ്, അല്ലെങ്കിൽ എനിക്ക് ഒരു നല്ല സ്പെക്സ് ഉള്ള ലാപ്പ് വാങ്ങണം, ഏത് വാങ്ങണം. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഡൗട്ട്സ് ഞാൻ കമന്റ്സിൽ ശ്രദ്ധിച്ചു. അപ്പൊ എനിക്ക് തോന്നി ഞാനും ഒരു ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടി ഇങ്ങനെ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് സീനിയേഴ്സിനെ വട്ടാക്കിയിട്ട് ലാസ്റ്റ് അവര് കുറെ ഹെൽപ്പ് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ എന്റെ ലാപ്പ് എടുത്തത്. അപ്പോ എനിക്ക് തോന്നി ഇതിനുള്ളൊരു ഉത്തരം കൊടുക്കണം. അതായത് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്ന് ഞാൻ ചോദിച്ചിരുന്നു. അപ്പൊ കുറെ പേര് വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോ ഇതാണ് ആ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഇനി വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ എനിക്കറിയാം ഞാൻ ഒരു ലാപ്പിന്റെ പേര് അല്ലെങ്കിൽ ഏറ്റവും വില കുറഞ്ഞ ലാപ്പ് ഇങ്ങനെയൊന്നുമല്ല പറയാൻ പോകുന്നത്. ഓരോ സ്റ്റുഡന്റും, അതായത് ഓരോ ബ്രാഞ്ച് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മേഖലയിലേക്ക് പോകുന്ന സ്റ്റുഡന്റ് ഏത് ലാപ്പ് എടുക്കണം, ആ ലാപ്പിൽ എത്ര വെറൈറ്റി ഓഫ് ലാപ്പ് ഉണ്ട്, അതായത് വില കുറഞ്ഞതുണ്ടോ, പിന്നെ സ്പെക്സ് എങ്ങനെയൊക്കെയാണ് വേരിയേഷൻ വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഞങ്ങൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ തന്നെ എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ കുറച്ച് കാറ്റഗറി ഓഫ് ലാപ്ടോപ്സ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് കാര്യം ഞങ്ങൾ ബേസിക് പ്രോഗ്രാമിംഗ്, അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എല്ലാവരും കോഡിംഗ് പഠിക്കുക. അപ്പോൾ കുറെ സീനിയേഴ്സ് ഒക്കെ റിപ്ലൈ ചെയ്തിരുന്നു, കമന്റ് ചെയ്തിരുന്നു കോഡിംഗ് പഠിക്കണം, അത്യാവശ്യമാണ്. അപ്പോൾ കോഡിംഗ് പഠിക്കാൻ മാത്രം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ സിവിലായിരിക്കാം, മെക്കിലായിരിക്കാം, നിങ്ങൾക്ക് കോഡിംഗ് പഠിക്കണമെന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വേറെ അധികം എന്താ പറയണ്ടേ, ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കണമെന്ന് ആഗ്രഹമില്ല. അപ്പോൾ നിങ്ങൾ ഏത് ലാപ്ടോപ്പാണ് എടുക്കണ്ടേ? പിന്നെ മെഷീൻ ലേണിംഗ് ഒക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുക. അത് ഒരു ഇപ്പോൾ വളരെ ഡൈനാമിക് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. അപ്പോൾ അതിലേക്കും പിന്നെ പൈത്തൺ പ്രോഗ്രാമിംഗ് നല്ല ഡെപ്തിൽ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവര് അവർക്ക് വേണ്ടിയുള്ള ലാപ്ടോപ്പ്. പിന്നെ ഓട്ടോകാഡ്. ഓക്കെ, സിവിലിലൊക്കെ ചെയ്യാൻ പോകുന്നവർക്കറിയാം ഓട്ടോകാഡ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ വളരെ വലിയൊരു റോളായിരിക്കും പ്ലേ ചെയ്യുന്നത്. കാരണം അതിൽ കുറെ കൺസ്ട്രക്ഷൻസും അങ്ങനെ കുറെ മോഡൽസും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് പോകുന്ന ഏത് ലാപ്ടോപ്പ് എടുക്കണം. പിന്നെ നമ്മുടെ ഗെയിം കളിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ഉണ്ടാവാം. ഞാൻ തെറ്റൊന്നും പറയുന്നില്ല, കാരണം ഗെയിമിംഗ് നല്ല രീതിയിൽ ചെയ്യുന്ന കുറെ സ്റ്റുഡൻസിനെ എനിക്ക് എന്റെ കൂട്ടത്തിൽ തന്നെ കുറെ പേരുണ്ട്. അപ്പോൾ അതൊരു ഫ്യൂച്ചറായിട്ട് എടുക്കുന്നവരുണ്ട്. അപ്പൊ അവർ ഏത് ലാപ്പ് എടുക്കണം, ഇതിന്റെയൊക്കെ ഓരോ പ്രൈസ് റേഞ്ചിലുള്ള ലാപ്ടോപ്സ് ആയിരിക്കും ഞങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ കാറ്റഗറിയിലേക്ക് തന്നെ ഞങ്ങൾക്ക് പോവാം, ബേസിക് കോഡിംഗ്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ കുറെ പേര് ഡൗട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, പൈത്തൺ പഠിക്കണോ സി പ്രോഗ്രാമിംഗ് പഠിക്കണോ. പൈത്തൺ പഠിക്കാൻ എളുപ്പമാണ്, നിങ്ങൾക്ക് അധികം ടൈം ഇല്ലെങ്കിൽ പൈത്തൺ പഠിക്കാം. കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ സി പ്രോഗ്രാം പഠിക്കുന്നതായിരിക്കും ബെറ്റർ. അത് നല്ലൊരു ഫൗണ്ടേഷൻ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഇനി ലാപ്ടോപ്സിലേക്ക് പോകുമ്പോൾ ആണെങ്കിൽ ലെനോവോ ഐഡിയ പാഡ്, ലെനോവോ തിങ്ക് പാഡ്, HP 155. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ലാപ്ടോപ്സ് നിങ്ങൾക്ക് ബേസിക് കോഡിങ്ങിന് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിൽ കുറെ ലാപ്ടോപ്സിന്റെ പ്രൈസ് ഒക്കെ വളരെ കുറവാണ്. 40K to 50K, അതായത് 40,000 തൊട്ട് 50,000 വരുന്ന കുറെ ലാപ്ടോപ്സ് ഉണ്ട്. ഒരു ബിഗിനർ അല്ലെങ്കിൽ ഒരു ബേസിക് ഓർഡറിന് പറ്റിയ ലാപ്ടോപ്സ് ഒക്കെ തന്നെയാണ് ഇത്. പിന്നെ ഇത് ഡെയിലി യൂസിനും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പ്രസന്റേഷൻ ഉണ്ടാക്കാനും മറ്റ് വീഡിയോ കോളിലൊക്കെ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ കാര്യവും ഞാൻ ഇപ്പൊ തന്നെ പറയുന്നത്, ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ ലാപ്ടോപ്സിന്റെയും ഒരു കറക്റ്റ് ആയിട്ടുള്ള ലിങ്ക് ഉൾപ്പെടെ ഒരു ഫയല് ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ ഒരു ഗൂഗിൾ ഡ്രൈവിലേക്കുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. അവിടെ ഞാനൊരു നല്ലൊരു ഗൂഗിൾ ഷീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ലാപ്ടോപ്സ് നേരെ ലിങ്കിൽ പോയിട്ട് വാങ്ങാൻ പറ്റും. ഇനി ചില ലാപ്ടോപ്പിന്റെ ലിങ്കിൽ വിൽക്കുന്നുണ്ടാവില്ല, അത് ബേസിക്കലി സ്റ്റോക്ക് ഇല്ലെന്നാണ്. അത് നിങ്ങൾക്ക് അടുത്തുള്ള മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ പറ്റും. അപ്പോൾ ഞാൻ മെൻഷൻ ചെയ്യുന്നത് പേര് മാത്രമായിരിക്കും, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ലെനോവോ ഇങ്ങനെ കുറെ ലാപ്ടോപ്സ് ഉണ്ട്. ഇതൊക്കെ ബേസിക് കോഡിങ്ങിന് നിങ്ങൾക്ക് എന്തോന്നാലും യൂസ് ചെയ്യാൻ പറ്റും. ഇനി ബേസിക് കോഡിങ്ങിന് ഞാൻ പറയുന്നത് 8GB റാം മസ്റ്റ് ആയിരിക്കണം. ഇനി 8GB റാം എന്തിനാന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല. അതായത് നമ്മൾ ഒരു ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് തോന്നും വളരെ സ്പീഡ് ഉണ്ട് എന്നൊക്കെ. പക്ഷെ നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ ആക്ടിവിറ്റീസ് കൂടി വരുമ്പോഴേക്കും മനസ്സിലാവുന്നത് 5-6 ക്രോം ടാബ്സ് തുറക്കുമ്പോൾ ലാപ്ടോപ്പ് ഹാങ് ആവുന്നു. ഇങ്ങനെയുള്ള എക്സ്പീരിയൻസും വരാതിരിക്കാൻ നിങ്ങൾ പരമാവധി 8GB തന്നെ വാങ്ങുക, 8GB റാം ഉള്ളത് വാങ്ങുക. പിന്നെ പരമാവധി വിൻഡോസ് 10, അതും ഇന്റൽ ആണ് എടുക്കുന്നതെങ്കിൽ 10th Gen തന്നെ വാങ്ങുക. എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻസ് വാങ്ങാൻ ശ്രമിക്കുക. അതും 10th Gen 1035 G1 എങ്കിലും മിനിമം അതെങ്കിലും വാങ്ങുക. എന്നാലും നിങ്ങളുടെ ലാപ്ടോപ്പ് കുറച്ചൊരു ലോങ് റണ്ണിൽ നിങ്ങളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതാണ് ബേസിക് ലാപ്ടോപ്സ്. ഇനി കുറച്ചുകൂടി മെഷീൻ ലേണിംഗ്, പൈത്തൺ. അപ്പൊ ഇതും കോഡിംഗ് തന്നെയാണ്, പക്ഷെ ഇത് കോഡിംഗിൽ തന്നെ കുറച്ചുകൂടി ഹയർ ലെവൽ എന്ന് പറയാം. നിങ്ങൾക്ക് വെബ് ഡെവലപ്മെന്റ് ഒക്കെ ബേസിക് ലാപ്ടോപ്സ് ധാരാളമായിരിക്കും.
ഈ റേഞ്ചിൽ വരുന്നത് ഏസറിന്റെ വരുന്നുണ്ട്, ഏസറിന്റെ സ്വിഫ്റ്റ് 3 വളരെ നല്ലൊരു ലാപ്ടോപ്പാണ്. ഇതിന്റെ ഒരു ഗ്രാഫിക്സ് കാർഡ് ഉള്ള വേർഷൻ ഉണ്ട്, അതായിരിക്കും കുറച്ചുകൂടി പ്രിഫർ ചെയ്യാൻ ഞാൻ. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ലൈറ്റ് വെയിറ്റ് ലാപ്ടോപ്സിന്റെ ഗുണം എന്താന്ന് പറഞ്ഞാല് നിങ്ങൾ ഈ ഗെയിമിംഗ് ഒന്നും അല്ലാത്തതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ചിലപ്പോൾ ജോലി അല്ലെങ്കിൽ ഇന്റേൺഷിപ്പോ എന്ത് ക്ലാസ് ആയാലും നിങ്ങൾക്ക് ഇത് കൊണ്ടു നടക്കാം, എളുപ്പത്തിൽ കൊണ്ടു നടക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പൊ തോന്നുന്നുണ്ടാകും വെയിറ്റ് ഒക്കെ മാറ്റർ ചെയ്യുന്നു, പക്ഷെ കോളേജ് വരെ അതും ചുമന്നുകൊണ്ട് പോകുമ്പോൾ മനസ്സിലാവും നല്ല വെയിറ്റ് ഫീൽ ചെയ്യും. പിന്നെ ഇപ്പൊ നമ്മുടെ ഏസറിന്റെ ഏസർ സ്വിഫ്റ്റ് 3 ഒക്കെ നല്ല ബാറ്ററി ബാക്കപ്പ് വരുന്ന ലാപ്ടോപ്പാണ്. അതായത് ഒരു 8 hours ഒക്കെ നല്ല സൂപ്പർ ബാറ്ററി ബാക്കപ്പ് കിട്ടും. കുറച്ച് പ്രൈസ് കൂടുതലാണെങ്കിലും ഒരു 4 yearsത്തേക്ക് നല്ലൊരു ലാപ്ടോപ്പാണ് ഇങ്ങനെയുള്ള മെഷീൻ ലേണിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഞങ്ങൾ കോഡിങ്ങിനെ കുറിച്ചും അതിന്റെ ലാബ്സിനെ കുറിച്ചും സംസാരിച്ചു. ലിങ്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു ഗൂഗിൾ ഡ്രൈവ് ഇട്ടുണ്ട്, ആ ലിങ്കിൽ വരെ നിങ്ങൾക്ക് കിട്ടും. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോഷോപ്പ്. അപ്പൊ എനിക്കറിയാം ഇതിൽ കുറെ പേർക്കെങ്കിലും ഇതൊക്കെ പഠിക്കണം എന്നുണ്ടാകും, ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഞാൻ തന്നെ ഒരു വീഡിയോ എഡിറ്റർ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്കിൽസ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടാകും. അപ്പോൾ ഇതിന് പറ്റിയ ലാപ്ടോപ്സ് ഉണ്ട്. അതായത് ഇതിന് സ്പെസിഫിക് ആയിട്ടൊന്നല്ല, നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിന്റെ കൂടെ തന്നെ ഈ വീഡിയോ എഡിറ്റിംഗ് സ്കിൽസും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആപ്സും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ലാപ്ടോപ്സ് ഉണ്ട്. അപ്പോൾ അതിൽ വരുന്നതാണ് HP പവലിയൻ, പിന്നെ HP X360 ടച്ച്. അപ്പോൾ ഇതിൽ രണ്ട് ലാപ്ടോപ്പാണ്. ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ സ്പെക്സിലേക്ക് വരുമ്പോൾ നല്ല സ്ക്രീൻ ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾ ഔട്ട്പുട്ട് ചെയ്യുന്ന വീഡിയോ ഫയൽ എത്രത്തോളം നല്ലതാണെന്ന് കാണാൻ പറ്റണം നിങ്ങൾക്ക്. അപ്പോൾ സ്ക്രീനിന്റെ sRGB ഇതൊക്കെ നോക്കുക. പറ്റുമെങ്കിൽ 16GB, 8GB റാം ആയാലും ധാരാളമാണ്, പ്രശ്നമില്ല. നല്ലൊരു ഗ്രാഫിക്സ് കാർഡ് വാങ്ങുക. വലിയ ഗ്രാഫിക്സ് കാർഡ് ഒന്നും ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഇങ്ങനത്തെ ആപ്സ് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഗ്രാഫിക്സ് കാർഡ് വേണം. ഇനി ഗ്രാഫിക്സ് കാർഡിനെ കുറിച്ച് പറയുമ്പോൾ ബേസിക് ഗ്രാഫിക്സ് കാർഡ് MX 250 2GB ഗ്രാഫിക്സ് കാർഡ് എൻ്റെ കയ്യിലും അതന്നെ ഉള്ളത്. അതെങ്കിലും അറ്റ്ലീസ്റ്റ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. നല്ലൊരു സ്ക്രീൻ ആയിരിക്കണം. sRGB കുറച്ചെങ്കിലും കൂടിയാലും നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ മനസ്സിലാവും എന്താണ് നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നത്. അത്രയും പ്രൊഫഷണൽ ആയിട്ടാണ് നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ വീഡിയോ എഡിറ്റിംഗ് കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് ഗെയിമിംഗിലേക്ക് പോവാം. ഓക്കെ, ഗെയിമിംഗിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ അറിയാം നല്ല സ്ക്രീൻസ് വേണം. റിഫ്രഷ് റേറ്റ് കൂടിയാലേ നിങ്ങൾക്ക് ഗെയിംസ് ഒക്കെ നന്നായിട്ട് കളിക്കാൻ പറ്റും. പിന്നെ റാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 8GB മിനിമം ആണ്. പറ്റുമെങ്കിൽ ഹയർ GBs ആയ 16ലേക്ക് പോവുക, കുറച്ചുകൂടി ബെറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ഗെയിമിംഗിലേക്ക് വരുമ്പോൾ എന്റെ ഫ്രണ്ട് പറഞ്ഞ ഒരു സജഷൻ, ഒരിക്കലും ലോ ബഡ്ജറ്റ് ലാപ്ടോപ്സ് വാങ്ങരുത്. അതായത് ഓഫറിനൊക്കെ കിട്ടുമല്ലോ നിങ്ങൾക്ക് 40K 45K. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗെയിമിംഗ് ഒരു വലിയൊരു ഫീച്ചറാണ്. അത് നിങ്ങൾക്ക് ഒരു ആള് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് എക്സ്പെൻസ് വരും. ഇനി ഒരു ലാപ്ടോപ്പ് അത് അത്രയും എക്സ്പെൻസ് ഇല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത് അത്രയ്ക്കും ഫീച്ചേഴ്സ് ആ ലാപ്ടോപ്പിൽ ഇല്ല. ചിലപ്പോൾ സ്ക്രീൻ നന്നായിരിക്കില്ല, ചിലപ്പോൾ ഗ്രാഫിക്സ് കാർഡ് നന്നായിരിക്കില്ല, ചിലപ്പോൾ പ്രൊസസ്സർ നന്നായിരിക്കില്ല. പ്രൊസസ്സേഴ്സ് വാങ്ങാൻ ശ്രമിക്കുക ഇന്റലിന്റെ ആണ് വാങ്ങുന്നെങ്കിൽ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽ വെക്കുക. കാരണം ഗെയിമിംഗ് ലാപ്ടോപ്സ് എപ്പോഴും എക്സ്പെൻസീവ് ആയിരിക്കും. എക്സ്പെൻസീവ് ഇൻ ദ സെൻസ് 1 lakh ഒന്നുമില്ല, ഞാൻ ഉദ്ദേശിച്ച 50K എബോവ് ആയിരിക്കും. അപ്പോൾ പ്രൈസ് റേഞ്ച് ഒന്ന് ആലോചിച്ചിട്ട് തന്നെ ആയിരിക്കും ഗെയിമിംഗ് ലാപ്ടോപ്സ് വാങ്ങേണ്ടത്. ഇനി ഗെയിമിംഗ് ലാപ്ടോപ്സിന്റെ പേരും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ ഇതിന്റെയൊക്കെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഇതും പ്രൈസ് റേഞ്ച് സഹിതം ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സുഖമായിട്ട് വാങ്ങാൻ പറ്റും. ഇനി ലാസ്റ്റ് ടോപ്പിക്കായ AutoCAD. ഓക്കെ, സിവിൽ ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ. ഓട്ടോകാഡിലേക്ക് നമുക്ക് പറയാനുള്ളത് കോർ കൂടുതൽ എടുക്കുക. ഇനി കോഴ്സ് കൂടുതൽ എടുത്താലുള്ള ഗുണം നിങ്ങൾക്ക് അത്രയും സ്പീഡിൽ നിങ്ങളുടെ റെൻഡറിങ്ങും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ ഒരു മിനിമം 4 കോഴ്സ് ഒക്കെ ഉള്ള ക്വാഡ് കോർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ ഒരു റേഞ്ചിലുള്ള ലാപ്ടോപ്സ് എടുക്കാൻ ശ്രമിക്കുക. ഇനി ഓട്ടോകാഡിലും അത്ര ഹൈ കോസ്റ്റ്ലി ആയിട്ടുള്ള ലാപ്ടോപ്സ് ഒന്നും അല്ല, നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ലെവലിലുള്ള ലാപ്ടോപ്സ് ഉണ്ട്. അപ്പോൾ അതിന്റെയൊക്കെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. ഓട്ടോകാഡിന് പറ്റിയ ഹൈ കോഴ്സും കുറച്ചെങ്കിലും ഗ്രാഫിക്സ് കാർഡ് വേണം. അപ്പോൾ ഒരു 2GB 4GB ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അങ്ങനെ എടുക്കുന്നതായിരിക്കും ബെറ്റർ. നല്ലൊരു സ്ക്രീൻ ഉണ്ടാവണം, എന്നാലും നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ടച്ച് എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഓപ്ഷനിലാണ്. പിന്നെ ഞാനൊരു എൻ്റെ ഭാഗത്തു നിന്നുള്ള കുറച്ചൊരു അഡ്വൈസ് പറയാം. ലാപ്ടോപ്സ് വാങ്ങുമ്പോൾ ബാക്ക് ലിറ്റ് കീബോർഡ് മസ്റ്റ് ആയിരിക്കണം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും അതൊരു ഡെക്കറേഷൻ ആണെന്ന്, പക്ഷെ അങ്ങനെയല്ല. വീട്ടിൽ ലൈറ്റ് പോയാലും നിങ്ങൾ ഇരിക്കുന്ന റൂമിൽ പെട്ടെന്നെങ്കിലും ലൈറ്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഏത് കണ്ടീഷനിലും വർക്ക് ചെയ്യാം ബാക്ക് ലിറ്റ് കീബോർഡ്. അപ്പൊ ഇന്നത്തെ വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു. ഞാൻ പറഞ്ഞതിൽ ചിലപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടാകാം, ഞാൻ അതിൽ എക്സ്പേർട്ട് ഒന്നും അല്ല. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറെന്റ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാം, നിങ്ങൾക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. പിന്നെ ഈ വീഡിയോ എൻഡ് ചെയ്യുമ്പോൾ ഞാൻ മാധവ് പ്രഭു, എൻ്റെ ഫ്രണ്ടായ മാധവ് പ്രഭുവിന് വലിയൊരു ഷൗട്ട് ഔട്ട് കൊടുക്കുന്നു. കാരണം ഈ ലിസ്റ്റ് ഉണ്ടാക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തത് മാധവാണ്. ഞാൻ ലാപ്ടോപ്പ് വാങ്ങിച്ചപ്പോഴും മാധവാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. പിന്നെ എൻ്റെ ലാപ്പ് ലെനോവോ ഐഡിയ S340, അത്യാവശ്യം നല്ലൊരു ലാപ്ടോപ്പാണ്. പിന്നെ SSD ഉറപ്പ് വരുത്തുക കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നു. ഏത് ലാപ്പ് എടുക്കണമെങ്കിലും SSD എടുക്കുക. അതായത്
സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് നമ്മുടെ എത്ര 256 GB SSD എങ്കിലും ഉണ്ടാവണം. അപ്പോഴേ നിങ്ങളുടെ ലാപ്ടോപ്പ് കുറച്ച് പെട്ടെന്ന് ബൂട്ട് ആവുള്ളൂ. 10 സെക്കൻഡ്സിനുള്ളിൽ ബൂട്ടായി കിട്ടും. അപ്പൊ ഈ ബേസിക് കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഞാൻ വീഡിയോ ഒന്നുകൂടി കാണുക, വേണമെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ലിങ്ക് വിസിറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഫുൾ ലിസ്റ്റ് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ രേഖപ്പെടുത്തുക. കുറച്ച് ടൈം എടുത്തു ഈ വീഡിയോ ഉണ്ടാക്കാൻ, കാരണം ഞങ്ങൾ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല. ഈ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് ഒരു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ മറ്റു കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക, ഇങ്ങനെ ലാപ്ടോപ്പ് ഏതെടുക്കുന്ന ഡൗട്ട് ഉള്ളവർക്ക്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ അടുത്ത് തന്നെ വരുന്നതാണ്. ബയോ സ്റ്റുഡൻസ് കമ്പ്യൂട്ടർ സയൻസ് എടുത്താലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് കുറെ പേര് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ പറയാനുള്ളത്, നിങ്ങൾ ഒന്നും പേടിക്കണ്ട, കണ്ണും പൂട്ടി എടുത്തോളൂ. നിങ്ങൾക്കുള്ള അഡ്വൈസ് ഞാൻ അടുത്ത് തന്നെ കൊണ്ടുവരുന്നതാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.